നിങ്ങളെന്താ പറയുന്നത് വെച്ചാൽ അവർക്കൊന്നും പറയാം. നിങ്ങളൊന്നും പറഞ്ഞില്ല ഇതുവരെ. ഓക്കെ, വായിച്ചോ. അല്ല, നിങ്ങൾ വായിക്കാന്നല്ല പറഞ്ഞേ. അല്ല, അത് ശരിയല്ല. പറയുന്നല്ലോ അതൊന്നും വായിച്ചില്ലേ? സൗത്തിൽ വരുന്നില്ല മാത്രമേ നിങ്ങൾ സർക്കാർ ഒന്ന് വായിക്കാം. പറഞ്ഞോളൂ. അങ്ങോട്ട് വായിച്ചേ. വായിക്കാത്തില്ല. അത്രയും വിശാലമായി പറഞ്ഞ നിങ്ങൾ വരുന്നുണ്ട്. അത് വെള്ളങ്ങൾ പറഞ്ഞു ചർച്ച നടക്കാൻ പോകുന്ന വാർത്തകൾ നടക്കാൻ പോകുകയെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ബസ് നടക്കാൻ പോകുക പറയുന്നില്ല, പറയുന്നുണ്ടോ? എല്ലാ പോകുന്നത് ഇഷ്ടമാണ്. പറഞ്ഞാൽ എൻ്റെ വിട്ട പ്രശ്നം ഞാൻ ആരെങ്കിലും ആരും പറയണം. കഴിഞ്ഞത് ഞാൻ കുറേ സമയം നിന്ന് ഞാൻ നിൽക്കണോ പോകണം. അപ്പൊ അയാൾ പറഞ്ഞു ശ്രമിക്കാൻ പോകും. കുറേ സമയം നോക്കണ്ട. നിങ്ങൾ നമ്മൾ സമയത്ത് ചോദ്യമാണ്. അതൊന്ന് വായിച്ചു മരിച്ചു പോയ ഇമാം നബിയെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കി അല്ല, അതൊന്നും അല്ല. ഇവരിപ്പോ പറഞ്ഞ ലാസ്റ്റ് നിൽക്കുന്ന ഒരു പോയിന്റ്. നബി ഇമാമിന്റെ ഇബാദത്ത് കൊടുത്തു. ഇയാൾ പറഞ്ഞു അതിന് ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് തവസ്സുലുണ്ട്. ഞാൻ തവസ്സുലിന്റെ ഹുക്കുമെന്ന് അത് ഞങ്ങൾക്ക് എന്താ വിദഗ്ധാണ്. വിദഗ്ധ ചെയ്യുന്ന ഒരു ഇമാമാവോ നല്ല ചോദിച്ചു. എന്തായിക്കോട്ടെ, ഇയാൾ അതിലുള്ളത് എന്താണെന്ന് ഇയാളെ നാവ് കൊണ്ടൊന്ന് വായിച്ചിട്ടൊന്ന് അർത്ഥം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് പോവാം. കുറഞ്ഞ വരികളെ നിങ്ങൾ വായിച്ചു പറഞ്ഞോ. ഞാൻ വായിച്ചു പറഞ്ഞാൽ ആൾക്കാരല്ല അവിടെ നോക്കട്ടെ. അല്ല, ആ വാചകത്തില് ദീനിനെതിരായിട്ടുള്ള ചിർക്ക് ഉണ്ടോ, വിജയത്തുണ്ടോ, അഥവാ ദീനിന് ഈ ചെയ്യുന്ന ഈ പറയുന്ന ആള് ഇവർ വമനക്തനി മായത്തുലു എന്നൊക്കെയല്ലേ പറയുന്നത്. അവിടെ പോയിട്ട് ചെയ്യണം എന്നല്ല. ചുമ്മാ എത്ര അല്ല അതുകൊണ്ട് പറയുന്ന ആളുകളിൽ ഏറ്റവും നന്നായി പറയുന്ന എനിക്ക് തോന്നിയതാണെന്നുള്ള അഭിപ്രായം പറയാം. എന്താ വമനക്തനി എന്ന് പറയുന്ന ആരാ? ഒന്നിനായി ഇപ്പോൾ പറഞ്ഞതിന് ശേഷം കൊള്ളാവുന്നത് എന്താണ് അതിന്റെ ബാക്കി എന്ന് വെച്ചാൽ അർത്ഥം മാത്രമല്ല. ഓക്കെ, കൊള്ളാവുന്നതാണ് ഒരർത്ഥം വെച്ചത്. ശരിയാ. നിങ്ങൾ അവിടെ ചുമ്മാ ഒന്നും നോക്കി വായിച്ചില്ല. അതിനെ നമുക്ക് വരുന്നില്ല. എനിക്ക് നിങ്ങളെ അർത്ഥം എന്താ ക്രിക്കറ്റ് നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളെന്റെ മതകീയമായ ഗ്രന്ഥം ഞാൻ പറയുന്നത്. മതകീയ ഗ്രന്ഥാന്തം മുപ്പത് കഴിഞ്ഞ് നിങ്ങളെ നിങ്ങൾ കൈവഴിയല്ല പറയണോ? അത് നമ്മൾ ബാധ്യതപ്പെട്ട വിഷയമാണ്. ചുമ്മാ അതിന് മുന്നേ വേണമെങ്കിൽ മുന്നേ വായിച്ചോ. അതിലുള്ള അനുകൂലമായിട്ടുള്ള വായിച്ചോ. പ്രതിയല്ല എന്റെ പേടിയും നിങ്ങളൊന്ന് ചെയ്തത് ആരെ കഴിഞ്ഞ അവരുടെ സംഭവം നല്ല നല്ല ഇവർക്ക് അറിയാൻ വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്താൽ മതിയല്ലോ. സമ്മേളനങ്ങളിൽ വെച്ചിട്ട് നിങ്ങളുടെ പ്രസ്ഥാനം പ്രമാണങ്ങളിലൂടെ എന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സംശയമായിട്ട് മൂപ്പരെ തന്നെ പോകുന്നത്.
മൂപ്പര് പറയുന്ന അവര് പറയുന്ന പ്രമാണം അവർ ഞാൻ ഇവരെ കൂട്ടിയാണ് പ്രമാണങ്ങളിലാണ് ഇവരുടെ അപ്പൊ ആ പ്രമാണം നിങ്ങൾ ഈ പ്രസംഗിക്കുന്നൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ എന്ത് ധാരണുണ്ട് ഭയങ്കര സഞ്ചയമുണ്ട് എന്നൊരു ധാരണ. ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞാൽ ഒന്നും ഉണ്ടാകില്ല, ഇവർക്ക് വായിക്കില്ല, അർത്ഥം പറ്റില്ല, അതാ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്കത് ആവില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കഴിയില്ല, ഇത് ഇങ്ങനത്തെ വിഷയം പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അടിസ്ഥാന വിഷയം എത്ര കാലമായി പുറത്തിറങ്ങാവോ നോട്ടീസ് അയച്ചു എന്റെ ശരിയല്ല. സാധാരണക്കാരൻ വിജയം മാത്രം പറയുമ്പോൾ പറയാം നമ്മുടെ ശക്തികളാണ്. സാധാരണക്കാരുടെ വ്യവസ്ഥാപിതമായ ഒരു മറുപടി നിങ്ങൾ അറിയിക്കുന്നുണ്ട്, അതായത് രൂപത്തിലയക്കണം. അത് രൂപത്തിനെന്താ കുറവുള്ള എന്താ കുറവ് അതൊന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞ വിഷയങ്ങള് നിങ്ങൾ ഞാൻ അറിയുന്നില്ല. അല്ല ടേപ്പ് ചെയ്തപ്പോ മൂപ്പര് അറിയുകയും ചെയ്തു. കിതാബ് ഇവിടെ ഉണ്ട്, പണ്ഡിതന്മാരിവിടെ ഉണ്ട്, സ്ഥാപനം ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ടേപ്പ് വേണമെങ്കിൽ ഞാൻ ഒരു കൃത്രിമം തരത്താൽ നിങ്ങളെ കയ്യിൽ തരാം. ഇപ്പം തന്നെ ടേപ്പ് എടുത്ത് നിങ്ങളെ കയ്യിൽ തരാം. പ്രസ്ഥാനത്തോട് യോജിച്ചില്ല എന്നല്ലാതെ അല്ല മിഷൻ ടേപ്പ് പോലെ കൈ അയാളെ കയ്യിൽ ഇപ്പം കൊടുക്കുക, അയാൾ കോപ്പി എടുത്തിട്ട് ഇപ്പം തന്നോട്ടെ. ഒരു കൃത്രിമം ചെയ്തില്ല. വിഷയത്തിൽ മാത്രം കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല മൂപ്പർക്ക് അവസരം കൊടുക്കാം. നിങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കുക ഇവർക്കൊരു അവസരം കൊടുക്കാം. നിങ്ങൾ ഇതാ സുഖമാണ്. ഇനി എന്തെങ്കിലും നിങ്ങളൊന്ന് വായു തുറക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് വായു തുറക്കുന്നു പറഞ്ഞോളൂ. നിങ്ങൾ എന്നോട് മാറ്റി പറയാനോ പിന്നെ കേവലന്റെ കാര്യം പറയാനോട് മറന്നു. അതൊരു വിഷയമല്ല. ക്യാമറ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട കൊടുത്തൂടെ? ഇവിടെ സൗകര്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ടേപ്പ് ഞാൻ തരാം. അതാണ് എഴുതി ഒപ്പിട്ടരാം. ടേപ്പ് ഇപ്പം നിങ്ങളെ കയ്യിൽ തരാം, കോപ്പി എടുക്കാൻ വേണ്ടി തരാം എന്നല്ല ഞാൻ എഴുതി ഒപ്പിട്ടരാം. എല്ലാം ഒന്നും ചെയ്യില്ല. നിങ്ങളെ സൗകര്യം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്ര സ്ഥലത്ത് ഉപയോഗിച്ചൂടെ? ക്ലിപ്പായിട്ട് എത്ര സ്ഥലത്ത് ഉപയോഗിക്കാം? ക്ലിപ്പ് യുഗമല്ലേ? ആ നിങ്ങൾക്ക് ഒരു ചെലവില്ല, ക്യാമറയുടെ ചെലവില്ല, ആർക്കും പറയാം, ഏതായാലും പറയാം. നമുക്ക് പത്രമേ ഉള്ളൂ, ഒരാളിനായിട്ടൊന്നും നമുക്കില്ല. ചെറിയ നിങ്ങളാണ് ഇത് നിങ്ങളിപ്പോ ഇവിടെ സാറോട് സെറ്റിംഗ് എടുത്താല് സാറ് വിഷയമായി ഒന്നും അറിയാം ഏതാ പശ്ചാത്തലം സെറ്റിംഗ് കാണിക്കും. ഞങ്ങളിങ്ങനെ സ്ഥലത്തേക്ക് പോയി ചിലപ്പോൾ പ്രിൻസിപ്പാളെ കണ്ടു, അദ്ദേഹത്തിന് മറുപടി പറഞ്ഞാൽ പറയും സാറ് ഇതിന്റെ എല്ലാ പശ്ചാത്തലം എന്താണ് വിഷയം എന്നൊന്നും അറിയാതെ ഇതിൽ ഇടപെട്ടാല് അത് ശരിയാവില്ല. നമ്മളാണ് നല്ല ശരിക്കും മൂപ്പരോട് ചോദിച്ചല്ലോ. അല്ല പ്രിൻസിപ്പാളോട് ചോദിച്ചു, പ്രിൻസിപ്പാളോട് സമ്മാനം തന്ന വീഡിയോ എടുക്കാൻ, സമ്മാനം തന്ന വീഡിയോ എടുക്കാൻ അതാണ് ഞാൻ ആദ്യം അത് സ്ഥാപിക്കാം. കഴിഞ്ഞില്ല നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ കൂടെ ഒന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ വരെ പോകണം. ഈ ടൈപ്പില്ല ജസ്റ്റ് കോപ്പി ഞങ്ങൾക്ക് തരാം. ഒരു മാറ്റം നിങ്ങൾ വരുത്തണ്ട. ഒരു മാറ്റം നിങ്ങൾ ഞങ്ങൾ എവിടെങ്കിലും ഇതൊരു വിഷയത്തിൽ നടത്തിയെടുത്തിട്ട് അല്ല ഞങ്ങളെ ഒരു സെക്കൻഡ് അല്ല ഒരു എന്നെ ക്ലാസ്സിൽ എന്നോട് വിളിച്ച് നിങ്ങൾ ഇതുവരെ സംസാരിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളിതൊരു വാദമൊന്നുമില്ല, ഒന്നും കേട്ടിട്ടില്ല, പറയൂ എന്തിനായിരുന്നു നിങ്ങൾ എന്നെ പറയൂ. ഞാൻ രാവിലെ വാട്ടെടുത്ത് പറഞ്ഞു അങ്ങനെ വിഷയം പറഞ്ഞു, അങ്ങനൊരു സംശയമുണ്ട്. അപ്പൊ ആ നിലക്ക് കേരളത്തിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ ആ നിലക്ക് ഒരാൾ വരും എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് മാറ്റുക.
അതിന്റെ മുമ്പിൽ തൊട്ടോ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ആയിക്കോട്ടെ. നിങ്ങൾ ഈ ഭാഗത്തുകൾ ഞാൻ നോക്കി എത്തുന്നുണ്ട്, നിങ്ങൾ ഈ ഭാഗത്തുകൾ ഞാൻ നോക്കി, അതിന് ഒരു പ്രശ്നവുമില്ല, അതിന് ചിരിക്കേയില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു റസൂലുള്ളാഹി ഖബറിന്റെ പോയി ശുപാർശ തന്നെ ചിരിക്കല്ലേ അല്ലാന്ന് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അവന്റെ അടുത്ത് പോയി യാ റസൂലല്ലാഹ് വഖദ് ജിത്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തഗ്ഫിറൻ ബിക ഇലാ റബ്ബിന് റസൂലുള്ളാഹി നേരെ പിതാവോട് കൂടി ശുപാർശ തേടിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നത് ആ വാദത്തിൽ ഇല്ലാതാണെന്ന വാദം, അവിടെ തിരിച്ചില്ലാതാണ് വാദം. ഈ ശുപാർശ വേദനുണ്ടോ? അവരുടെ അടുത്ത് ശുപാർശ വേദനുണ്ടായിരുന്നു.